രാഷ്ട്രീയം. മഅ്ദിനി എന്ന വ്യക്തിത്വം എന്താണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ആളുകൾ ഭയപ്പെടുന്നത്? എന്തുകൊണ്ടാണ്? എന്താണ് മഅ്ദിനി? മഅ്ദിനി എന്താണെന്ന് പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടും. പതിറ്റാണ്ട് കാലങ്ങളായി ശബ്ദമില്ലാത്തവൻ്റെ ശബ്ദമായി മഅ്ദിനി മാറി. തെരുവോരങ്ങളിൽ വെട്ടിനുറുക്കപ്പെട്ട ആയിരങ്ങളുടെ കണ്ണിനീരിൻ്റെ കഥ പറയുകയായിരുന്നു അബ്ദുൽ നാസർ മഅ്ദിനി. രാജ്യത്തിൽ കിടക്കാൻ കിടപ്പാടമില്ലാത്ത ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടി 7 പതിറ്റാണ്ട് പിന്നിടുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ത്യയിലെ സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്ന്, ഈ രാജ്യത്തെ ദലിതുകൾക്ക്, ഈ രാജ്യത്തെ പിന്നോക്കക്കാർക്ക്, പാവങ്ങൾക്ക്, അവഗണിക്കപ്പെട്ടവർക്ക് ഇന്നും സ്വാതന്ത്ര്യം കിട്ടിയില്ല എന്ന് പറഞ്ഞെടുത്ത് നിന്നാണ് മഅ്ദിനിയുടെ രാഷ്ട്രീയം തുടങ്ങിയത്. മഅ്ദിനി തുടങ്ങി വെച്ച, മഅ്ദിനി പറഞ്ഞ രാഷ്ട്രീയം യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ ചലനം സൃഷ്ടിച്ചതിൻ്റെ കാരണം, മഅ്ദിനി എല്ലാവരും ഉറ്റുനോക്കിയതിൻ്റെ കാരണം, ഇന്ത്യയിലെ മഅ്ദിനി പോകുന്നിടത്തൊക്കെ 10,000 ആയിരിക്കുന്ന യുവജനത ആർത്തിരമ്പി മഅ്ദിനിയോടൊപ്പം പോയത് കാലങ്ങളായി അടിച്ചമർത്തപ്പെട്ടു പോയ ജനതയുടെ ഹൃദയങ്ങളെ തൊട്ടുണർത്തിക്കൊണ്ട് അബ്ദുൽ നാസർ മഅ്ദിനി ഒരിടിമുഴക്കം പോലെ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടവൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, അവനെ തകർത്തെറിയപ്പെട്ട അവൻ്റെ ഹൃദയ നൊമ്പരങ്ങളെ, അടക്കി പിടിച്ച വേദനകളെ മഅ്ദിനി ഈ സമൂഹത്തിൽ എടുത്തെറിഞ്ഞ് ഒരു ഇടിമുഴക്കമായി മുന്നോട്ട് പോയതുകൊണ്ടാണ് മഅ്ദിനി എന്ന വ്യക്തിക്ക് ഉണ്ടായ പ്രത്യേകത. അതുകൊണ്ടാണ് ആ പ്രത്യേകതയാണ് ഇന്നും ഇവിടെ ചർച്ച ചെയ്യുന്നത്. മഅ്ദിനി ചർച്ചയാവുന്നത് അതുകൊണ്ട് തന്നെയാണ്. മഅ്ദിനി ഇവിടെ ഒരു മുസ്ലിം രാഷ്ട്രീയക്കാരൻ്റെ വക്താവല്ല. മഅ്ദിനി ഏതെങ്കിലും ഒരു പക്ഷക്കാരൻ്റെ രാഷ്ട്രീയമല്ല. ഇന്ത്യയിലെ ദലിതുകൾ ഇന്നും നോർത്ത് ഇന്ത്യയിൽ, കേരളത്തിൽ ജാതിയുടെ പേരിൽ അവഗണിക്കപ്പെടുന്ന, ചവിട്ടി മെതിക്കപ്പെടുന്ന, മരിച്ചാൽ കുഴിച്ചിടാൻ 6 അടി മണ്ണ് പോലുമില്ലാത്ത പാവപ്പെട്ടവൻ്റെ കണ്ണുനീരിൻ്റെ കഥയാണ് മഅ്ദിനി എന്നും പറഞ്ഞിട്ടുള്ളത്.